അഖിൽ, ഇന്നിപ്പോൾ മീറ്റിംഗിനായിട്ട് ജി സുകുമാരൻ നായർ പെരുന്ന ആസ്ഥാനത്ത് എത്തുമ്പോൾ എന്താണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്? കാര്യങ്ങളൊക്കെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നതല്ലേ? ചെറിയ നീരസം പ്രകടിപ്പിച്ചു അല്ലേ ജി സുകുമാരൻ നായർ? ഡോക്ടർ അരുൺകുമാർ, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. അതായത് ഈ ആദ്യഘട്ടം മുതൽ തന്നെ ഞാൻ നേരത്തെ തന്നെ മാധ്യമങ്ങളോട് കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ്. മാധ്യമങ്ങൾക്ക് ഇവിടേക്ക് ആദ്യഘട്ടത്തിൽ ഒരു അദ്ദേഹം പറഞ്ഞത് മാധ്യമങ്ങൾക്ക് ഇവിടേക്ക് പ്രവേശനമില്ലാത്തതാണ് എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നു. അദ്ദേഹം കൃത്യമായി തന്നെ വ്യക്തമാക്കി ചെയ്തു. ഞാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്, വിശദീകരിച്ച കാര്യമാണ്. വീണ്ടും വീണ്ടും നിങ്ങൾ അതിൽ എന്തിന് കുത്തി ചോദിക്കുന്നു എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഒപ്പം തന്നെ ഈ പ്രതിഷേധങ്ങളെക്കുള്ള ചോദ്യങ്ങൾ, പ്രതിഷേധങ്ങൾ ഉണ്ടാകട്ടെ, അതിനെ നേരിടാൻ ഞങ്ങൾക്കറിയാം എന്നുള്ളൊരു കാര്യവും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. അതായത് കൃത്യമായി തന്നെ ഈ ഒരു നിലപാട് അല്ലെങ്കിൽ ഈ ഒരു പ്രതിഷേധങ്ങളൊന്നും തന്നെ ഭയക്കുന്നില്ല, അതിലും കാര്യമാക്കുന്നില്ല എന്നുള്ളത് ഇന്ന് ഈ പ്രതിഷേധങ്ങൾക്കിടയിൽ ഈ യോഗം തീരുമാനിച്ചതിലൂടെ തന്നെ വ്യക്തമായിരുന്നു. ഒരുപക്ഷെ അതിനെ കാര്യമാക്കുകയോ അല്ലെങ്കിൽ പ്രതിഷേധಕ್ಕೆ വല്ലതും ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ യോഗം നടക്കില്ലായിരുന്നു. പക്ഷേ ഈ പ്രതിഷേധങ്ങൾക്കിടയിൽ തന്നെയാണ് ഇന്നിവിടെ യോഗം വെച്ചത്. അതിലൊരുപക്ഷെ ആ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി വിശദീകരിക്കാൻ, അതായത് പ്രതിനിധികളാണ് പല കരയോഗങ്ങളുടെയും ഭാഗങ്ങളായിട്ടുള്ള എല്ലാ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളുള്ള പ്രതിനിധികളാണ് 300 പേരാണ് പങ്കെടുക്കുന്നത്. അപ്പോൾ ഈ 300 പേരിലൂടെ മറ്റുള്ള പ്രതിനിധികളിലേക്കും മറ്റ് കരയോഗ അംഗങ്ങളിലേക്കും ഒക്കെ തന്നെ കരയോഗത്തിന്റെ NSSന്റെ അംഗങ്ങളിലേക്കും ഒക്കെ തന്നെ എത്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രതികരണങ്ങൾ അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ടാണ് എന്നൊരു വിശദീകരണം നൽകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഇദ്ദേഹം മന്നം സമാധിയിൽ ഇത്തരത്തിൽ ഈ പുഷ്പാർച്ചന നടത്തുന്നതിനായിട്ട് പോയിരിക്കുകയാണ്. യോഗം തുടങ്ങുന്നതിന് മുമ്പായിട്ടുള്ള എല്ലാ പ്രതിനിധികളും അതുപോലെ തന്നെ ജി സുകുമാരൻ നായർ അടക്കമുള്ള ആളുകൾ അതിനുള്ളിലേക്ക് പോയിരിക്കുക. അതിനുശേഷമായിരിക്കും 300 പേര് ചേരുന്ന 11 കൂടി തന്നെ യോഗം ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ തന്നെ അത്തരത്തിൽ തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പോൾ എന്തായാലും അദ്ദേഹം ഈ മന്നം സമാധിയിൽ സന്ദർശിച്ച ശേഷം തിരികെ മടങ്ങി വരികയാണ്. കൃത്യമായി വീണ്ടും കുത്തിച്ചോദ്യങ്ങൾ കൂടുതലൊന്നും പ്രതികരിക്കാൻ തയ്യാറില്ല. പക്ഷേ പ്രതികരിച്ച കാര്യങ്ങളിൽ കൃത്യമായി തന്നെ, അതായത് ഈ പ്രതിഷേധങ്ങൾക്കുള്ള മറുപടി അടക്കം കൃത്യമായി തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. എന്താണോ താൻ ആദ്യഘട്ടം മുതൽ തന്നെ, അതായത് ഒരു കാര്യത്തിൽ വളരെ കൃത്യമായി മറുപടി പറഞ്ഞ ശേഷം അല്ലെങ്കിൽ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ ശേഷം വീണ്ടും അത് കുത്തി ചോദിക്കുന്ന എന്തിനെന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായതെന്നുള്ളതാണ്. ഇപ്പോൾ എന്തായാലും അന്നം സമാധിയിൽ സന്ദർശിച്ച ശേഷം അദ്ദേഹം തിരികെ പോവുകയാണ്. അല്പസമയത്തുള്ളത്, അതായത് 11:00-11:30 നേരത്തെ സമയം തീരുമാനിച്ചത്. 11:00 തന്നെ കൃത്യസമയത്ത് തന്നെ പാലിച്ചുകൊണ്ട് യോഗം ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് ഇന്നത്തെ എന്ന് പറയുന്നത് ബജറ്റ് സമ്മേളനമല്ല, അതായത് ഈ വരവ് ചെലവ് കണക്കുകളെ കുറിച്ചുള്ള വരവ് ചെലവ് കണക്കുകൾ സമർപ്പിക്കുന്നു. അത് ഈ പ്രതിനിധി യോഗം അല്ലെങ്കിൽ ഈ ബോർഡ് അംഗീകരിക്കണം. അതിന് അംഗീകരിച്ചാൽ മാത്രമാണ് അതിന് ഒരു അംഗീകാരം ലഭിക്കാവും. അതിന് വേണ്ടിയിട്ടുള്ള യോഗമാണ്. അപ്പോൾ സാധാരണഗതിയിൽ അത്തരം യോഗങ്ങളിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗമൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഇന്നും ഈ ഒരു പ്രത്യേക സാഹചര്യത്തിലും സ്വാഭാവികമായും പ്രസംഗം ഉണ്ടാകുമെന്ന് തന്നെ കരുതുന്നത്.